പ്രകോപനമൊന്നുമല്ല. ഞാൻ നേരത്തെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ. ഇന്ന ആളുകളെ മാത്രമേ അറസ്റ്റ് ചെയ്യാവുള്ളൂ, ഇന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊന്ന് ഭരണഘടനയെ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കത്തെ രാജ്യത്തുണ്ടോ? എല്ലാവരെയും ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. പ്രധാനമന്ത്രിമാരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രിമാരെ ജയിലിൽ കിടന്നിട്ടുണ്ട്, സോണിയാഗാന്ധിയെ നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, സോണിയാഗാന്ധിയുടെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് പറയുന്നതിന് ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ലല്ലോ. ഞാൻ ചോദിച്ചത് വേറെ ഒന്നുമില്ലല്ലോ. സോണിയാഗാന്ധി ചോദ്യം ചെയ്താലേ ഇത് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അവർ അത്ര സുരക്ഷിതത്വത്തിൽ ജീവിക്കുന്ന നേതാക്കന്മാരാണ്. അതിന് ഇങ്ങനെ താറടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്കതിനെ പറ്റി ഒന്നും പറയല്ല. സുരേന്ദ്രൻ്റെ അഭിപ്രായം എന്താ? അല്ല, അവരെ പോലീസിന് നല്ല സംശയം ഉള്ളതുകൊണ്ടാണല്ലോ അവരെ അറസ്റ്റ് ചെയ്ത് അവരിപ്പോഴും ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്നത്. ഇപ്പം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. അത് തീരുമാനിക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണല്ലോ. ഒരു സമ്മാനം കൊടുക്കൽ മാത്രമല്ലല്ലോ ഇവിടെ. ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ 3 പ്രധാനപ്പെട്ട പ്രതികളും 2 പ്രാവശ്യം അവരുടെ വീട്ടിൽ പോവുകയും സമ്മാനങ്ങൾ പൊതി കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കേണ്ടെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? അന്വേഷിക്കേണ്ടെന്നൊരു നിലപാട് നിങ്ങൾ എന്താ എടുക്കുന്നത്? നിങ്ങൾ ശിവൻകുട്ടി പോയില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറുന്നതാണ് പ്രശ്നം. അവരുടെ വീട്ടിൽ അങ്ങനെ പെട്ടെന്ന് ഏതാ ഒരു ചിത്രം വന്നിട്ടുണ്ട്. അതൊക്കെ അന്വേഷണം നടത്തുന്നുണ്ടോ? അത് അന്വേഷണം നടക്കുന്നില്ല നമുക്കിങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഇല്ല, അതെനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല. ഇല്ല. അല്ല, ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതിനാരും എതിരില്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ എന്തെങ്കിലും ആനുകൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റാർക്കും കൊടുക്കുന്നതിന് ആരെങ്കിലും എതിരാണോ? ആരും എതിരില്ല. നിങ്ങൾക്ക് ഇത്ര നിങ്ങൾ അതിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് വ്യത്യാസം തോന്നില്ലായിരിക്കും, അത് നിങ്ങളുടെ നിലപാട്. നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പോൾ കുറേ സമയത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ. അതിൽ സോണിയാഗാന്ധി തൊട്ടത് മാത്രമല്ലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു മന്ത്രിക്കെതിരായിട്ട് ഒക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പരസ്യമായി നടത്തിയ തെറിവിളി തന്നെയാണ് അവർ പറയുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ലായിരുന്നല്ലോ. അതൊക്കെ നിങ്ങൾ ഓരോ വിഷയങ്ങളെ നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് കാണുന്നു, ഞാൻ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് കാണുന്നു. നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ കാഴ്ചപ്പാട് എനിക്കിവിടെ പറയാൻ പറ്റുള്ളൂ. സോണിയാഗാന്ധിയെ പോലെ ഒരാളെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. സോണിയാഗാന്ധി നമ്മുടെ രാജ്യത്തുള്ള ഒരു പൗരനെ പോലെ തന്നെ.
കടകംപള്ളി സുരേന്ദ്രൻ്റെ അഭിപ്രായമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ.